അങ്ങനെ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ പേരിൽ തന്നെ ഉണ്ട് ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുള്ള സിനിമയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ദിലീപിന് എത്ര നല്ല സിനിമ അല്ലേ? നമ്മള് ദിലീപേട്ട എങ്ങനെയാണോ പ്രതീക്ഷിച്ച് കാണാൻ അതുപോലെയാണ് ആ പടത്തിൽ വന്നിരിക്കുന്നത്. ഇന്റർവ്യൂലെ മുന്നൊക്കെ ഭയങ്കര തമാശയായിട്ടാണ് വരിക. ഇന്റർവ്യൂ കഴിഞ്ഞ കുറച്ച് സെന്റിമെന്റ്സ് അത് ദിലീപേട്ടൻ തന്നെയാണ്. പക്ഷെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് പഴയ ദിലീപേട്ടൻ നമുക്ക് തിരിച്ച് കിട്ടിയ പോലെ കിട്ടി, അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അങ്ങനെ പഴയ ദിലീപേട്ടൻ പുതിയ ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ദിലീപേട്ടൻ എന്നും ദിലീപേട്ടൻ തന്നെയാണ്. പക്ഷെ 2-3 പടം നമുക്ക് വലിയ സുഖമായിട്ട് വന്നില്ല. നമ്മുടെ ഒരു ആഘോഷിക്കാനായിട്ട് നമുക്ക് തോന്നിയില്ല പടം. അത് സത്യം പറയുകയാണെങ്കിൽ ദിലീപിന്റെ പ്രശ്നങ്ങളൊന്നും സിനിമയെ ഒരു തരത്തിലും ബാധിച്ചില്ല. വരുന്ന സിനിമകൾ മോശമായതുകൊണ്ടാണ് ആ ഒരു സിനിമകളൊന്നും ഹിറ്റ് ആവാഞ്ഞത്. പക്ഷെ വേണ്ട രീതിയിൽ നമ്മുടെ ദിലീപേട്ടനെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ദിലീപ് പോയി വന്നു എന്നുള്ള പറച്ചിൽ വരേണ്ട ആവശ്യമില്ല. കാരണം എവിടെയും പോയിട്ടില്ല. നല്ല രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ പറ്റിയൊരു നടനാണ് ദിലീപ്. ഇപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് നടന്മാരുണ്ട്. സിദ്ദീഖ്, ജിലാൻ ശ്രീനിവാസൻ, അങ്ങനെ ഒരുപാട് വലിയ വലിയ താരനിരകൾ, പിന്നെ ഇതിൽ ഉർവശിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ റോളുകൾ എന്ന് പറയുകയാണെങ്കിൽ നല്ല പക്ക അഭിനയം. മഞ്ജു പിള്ളയുടെ റോള് കണ്ട നല്ല കറക്റ്റ് ഒരു രീതിയിൽ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് സിനിമയിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. തട്ടലും മുട്ടലെന്നൊക്കെ പറഞ്ഞ പോലെ കോമഡി സെന്റിമെന്റ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് പടം പോയിട്ട് ഇന്നത്തെ കാലത്ത്, അതായത് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഇപ്പൊ പറയാൻ പറ്റിയൊരു വിഷയം നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമ. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ കറക്റ്റ് സമയത്താണ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കാരണം വെക്കേഷന്റെ സമയത്ത് നല്ല ഫാമിലി സിനിമ ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഈ തുടരും പറയാൻ സിനിമ ഇത്രയും ആളുകൾ ഇത്രയും വലിയ ഹിറ്റാവാൻ കാരണം എന്താ? കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുത്ത സിനിമ, അതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഹിറ്റാവാൻ ചാൻസ് ഉള്ള അത്ര വലിയ ഹിറ്റൊന്നും ഞാൻ പറയുന്നില്ല. സമീപകാലത്ത് ഇറങ്ങിയ ദിലീപ് സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമ അത് തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു സിനിമയാണ്. അങ്ങനെ ഫാമിലി കുടുംബ പ്രേക്ഷകർക്ക് നല്ലൊരു സിനിമ കുടുംബവുമായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ.